ഹായ് എവരിവൺ, വെൽക്കം ടു ബിഗൂസ് ഇന്ത്യൻ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് സെൻറ്റൻസുകൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചും കൊണ്ട് നമുക്ക് ഹിന്ദി സംസാരിക്കാനായിട്ടുള്ള പ്രാക്ടീസ് ആട്ടോ. ഈ സെൻറ്റൻസുകളൊക്കെ ഇങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇപ്പം നമ്മൾ പറയത്തില്ല ഐ എം സോറി അല്ലെങ്കിൽ നോ പ്രോബ്ലം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സെൻറ്റൻസുകൾ അതെല്ലാം നമ്മൾ ഗ്രാമർ നോക്കി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. ജസ്റ്റ് അതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു 20-25 സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ശരി. ആദ്യം തന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പറയും അല്ലേ, എന്നോട് ക്ഷമിക്കണം, ഐ എം സോറി എന്ന് പറയും അല്ലേ. അപ്പോൾ അതിനെങ്ങനെ ഹിന്ദിയിൽ പറയണേ? വളരെ സിമ്പിളാണ്. മുജെ മാഫ് കറോ, മുജെ മാഫ് കറോ അല്ലെങ്കിൽ മാഫ് കരേ, എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. മുജെ മാഫ് കറോ, എന്നോട് ക്ഷമിക്കൂ അല്ലെങ്കിൽ ഐ എം സോറി എന്ന് പറയുന്നതാ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാം അല്ലേ നോ പ്രോബ്ലം അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം അല്ലേ. അങ്ങനെ പറയാനായിട്ട് ഹിന്ദിയിൽ പറയുന്ന സെൻറ്റൻസ് കൊയ് ബാത് നെഹി, കൊയ് ബാത് നെഹി. കൊയ് ബാത് നെഹി എന്ന് പറഞ്ഞാൽ സാരമില്ല, കുഴപ്പമില്ല എന്ന് പറയുന്നതാ. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകൾ മനസ്സിലായോ? വളരെ ഈസി അല്ലേ. ഇതിൽ പല സെൻറ്റൻസുകളും നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് പ്രയോഗിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കൊയ് ബാത് നെഹി. അതല്ലെങ്കിൽ നമ്മൾ പറയും അല്ലേ, ഡെയിലി പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് വേഗം തയ്യാറാകൂ, വേഗം തയ്യാറാകൂ. ഇപ്പോൾ സ്കൂളിലേക്ക് മക്കളെ വിളിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ പോകാനാ അല്ലെങ്കിൽ എവിടെ പോകാനാണെങ്കിലും നമ്മൾ പറയും അല്ലേ വേഗം തയ്യാറാക് അല്ലെങ്കിൽ വേഗം റെഡിയാക് എന്ന് പറയും. എങ്ങനെയാണ്? ജൽദി തയ്യാറോ ജാവോ, ജൽദി തയ്യാറോ ജാവോ. ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോൾ നമ്മൾ പറയത്തില്ല നേരം വൈകരുത്, നേരം വൈകരുത്. എങ്ങനെയാണ്? ദേർ മത് കർണ, ദേർ മത് കർണ അല്ലെങ്കിൽ ദേർ മത് ഹോ, അത്രയും പറഞ്ഞാൽ മതിയാവും കേട്ടോ. അങ്ങനെ പറഞ്ഞാലും നേരം വൈകരുത് തന്നെയാണ്. ഓക്കെ, ദേർ മത് കർണ, നേരം വൈകരുത്. അതിൽ നേരം വൈകി, അയ്യോ ഞാനിത് നേരം വൈകി എന്ന് പറയില്ലേ, അവിടെയാണെങ്കിൽ ദേർ ഹോ ഗയി, ദേർ ഹോ ഗയി, നേരം വൈകി. ക്ലിയർ ആയോ? ഇനി അതുപോലെ ഇപ്പൊ തന്നെ നമ്മൾ പറയില്ലേ ഇപ്പൊ തന്നെ ചെയ്യണം, ഇപ്പൊ തന്നെ പോകണം അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വരണം എന്നൊക്കെ പറയത്തില്ലേ. അവിടെ ഇപ്പൊ തന്നെ എന്നുള്ള വാക്ക് അതിനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് തുരന്ത് എന്നാണ്. അഭി തുരന്ത്, റൈറ്റ് നൗ എന്ന് പറയുന്ന കേട്ടോ. അഭി തുരന്ത് ജാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് നൗ, ഇപ്പൊ തന്നെ അങ്ങ് പോകൂ എന്ന് പറയുന്നതാ. അതല്ലെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം, അഭി തുരന്ത് കർണാഹെ, അഭി തുരന്ത് കർണാഹെ, അഭി തുരന്ത് കർണാഹെ അല്ലെങ്കിൽ അഭി തുരന്ത് ജാനാഹെ, ഇപ്പൊ തന്നെ പോകണം, പെട്ടെന്ന് പോകണം എന്ന് പറയുന്നതാ. അവിടെ ജൽദി എന്നുള്ള വാക്കല്ല റൈറ്റ് നൗ എന്ന് പറയാനാട്ടോ. അഭി തുരന്ത്, തുരന്ത് എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറയും അല്ലേ ശ്രദ്ധിച്ചു പോ, ശ്രദ്ധിച്ചു പോ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യ് എന്നൊക്കെ പറയത്തില്ലേ. അവിടെ ധ്യാൻസെ, ധ്യാൻസെ കരോ, ധ്യാൻസെ കരോ. അവിടെ ധ്യാൻസെ എന്നുള്ള വേർഡാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ധ്യാൻസെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച്. ഇന്ന് ഞാൻ കുറച്ച് വലിയ സെൻറ്റൻസുകൾ പറയുന്നില്ല കേട്ടോ. ഈ ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ് നിങ്ങൾക്ക് എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റിയ സെൻറ്റൻസുകളാണ് കേട്ടോ. നമുക്ക് പറയാമല്ലോ മക്കളോട് ധ്യാൻസെ കരോ, ധ്യാൻസെ അല്ലെങ്കിൽ ധ്യാൻസെ ജാവോ, ശ്രദ്ധിച്ചു പോകൂ എന്ന് പറയുന്നതാ. ക്ലിയർ ആയോ? ഇനി അതുപോലെ നമ്മൾ പറയും അല്ലേ മറക്കരുത്, മറക്കരുത്, മറക്കരുത് എന്ന് പറയാനായിട്ട് മറക്കുക എന്നുള്ള വാക്ക് ഭൂൽന എന്നാണ്. ഭൂൽന എന്ന് പറഞ്ഞാൽ മറക്കുക. അപ്പം മറക്കരുത്, അരുത് എന്ന് പറയുന്നത് മത്ത്, മത്ത് എന്നുള്ള വാക്കാണ് അരുത് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ മറക്കരുത് ഭുല്ല മത്ത്, രണ്ടുകൂടി കൂട്ടി പറഞ്ഞു അത്രേ ഉള്ളൂ. ഭുല്ല മത്ത്, മറക്കരുത്. ഇനി അതുപോലെ ഓർക്കണം എന്നാണെങ്കിലോ, ഇപ്പൊ നമ്മൾ മറക്കരുത് എന്നാ പറഞ്ഞ അല്ലേ, നീ നാളെ വരുമ്പോൾ അത് ഓർക്കണം കേട്ടോ അല്ലെങ്കിൽ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം എന്നൊക്കെ പറയത്തില്ല. അവിടെ ഓർക്കുക എന്ന് പറയുന്നത് യാദ് കർണ എന്നാണ്. യാദ് കർണ, ഓർക്കുക. അപ്പൊ നമ്മൾ പറയാണ് യാദ് രക്കനാഹെ, ഓർക്കണം, നീ അത് ഓർമ്മയിൽ വെക്കണം എന്ന് പറയില്ലയോ, അതാണ് യാദ് രക്കനാഹെ, യാദ് രക്കനാഹെ. ഇനിയിപ്പോൾ എന്നെ നീ ഓർമ്മിപ്പിക്കണം എന്നാണെങ്കിൽ ഓർമ്മിപ്പിക്കണം എന്ന് പറയില്ലേ, മുജെ യാദ് ദിലാനാഹെ എന്നാണ്. മുജെ യാദ് ദിലാനാഹെ, നാളെ നീ എന്നെ അതൊന്ന് ഓർമ്മിപ്പിക്കണം എന്ന് പറയുന്ന സിറ്റുവേഷൻ കേട്ടോ. അപ്പോൾ ഈ സെൻറ്റൻസ് ഒക്കെ ഇതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. യാദ് ദിലാനാഹെ, മറ്റേത് യാദ് രക്കനാഹെ, ഓർക്കണം എന്ന് പറയുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അതുപോലെ നമ്മൾ പറയാം അല്ലേ ഒന്ന് ഓർത്തു നോക്കൂ, ഓർത്തു നോക്കൂ അല്ലെങ്കിൽ ഓർക്കൂ എന്ന് പറയില്ലേ, അതിനെ യാദ് കരോ, യാദ് കരോ. അപ്പോൾ ഓർക്കൂ എന്ന് പറയാൻ യാദ് കരോ. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇപ്പോൾ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കുകയാണ്, എനിക്ക് നിൻ്റെ സഹായം വേണം, എനിക്ക് നിൻ്റെ സഹായം വേണം
എങ്ങനെയാ? മുജെ തുമാരി മദത് ചാഹിയെ. ഇവിടെ മദത് എന്നുള്ള വാക്കാണ് സഹായം, ഹെൽപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചാഹിയെ എന്ന് പറഞ്ഞാൽ വേണം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ നിന്റെ സഹായം വേണം. മുജെ തുമാരി മദത് ചാഹിയെ. അതല്ല ഹെൽപ്പ് മീ എന്ന് പറയാനാണെങ്കിൽ എന്നെ സഹായിക്കൂ, മുജെ മദത് കരോ. മുജെ മദത് കരോ എന്ന് പറഞ്ഞാൽ എന്നെ സഹായിക്കൂ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഏത് സിറ്റുവേഷനാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വരുന്നത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രയോഗിക്കാൻ കേട്ടോ. ഓക്കെ, മുജെ മദത് കരോ എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് സഹായിക്കൂ. അതല്ലെങ്കിൽ മേരി മദത് കരോ എന്നും പറയുന്നത് കാണാം കേട്ടോ. ചില സ്ഥലങ്ങളിൽ അങ്ങനെയും പറയുന്നത് കാണാം. രണ്ടും കറക്റ്റാണ്, അർത്ഥം രണ്ടും ഒന്നാണ് കേട്ടോ. എന്നെ സഹായിക്കൂ എന്ന് പറയുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ പറയില്ലേ, നിരസിക്കരുത്. ഇപ്പം എന്തെങ്കിലും സഹായം ചോദിക്കുമ്പോൾ നമ്മൾ പറയും അല്ലേ, ഡോണ്ട് സേ നോ, നിരസിക്കരുത് എന്ന് പറയുന്നതാ. അപ്പം അതിനെ ഹിന്ദിയിൽ പറയുന്നത് മന മത് കറോ. മന മത് കറോ, മന മത് കറോ. അവിടെ മന കർണ എന്ന് പറഞ്ഞാൽ നിരസിക്കുക. ഉസ്നെ മന കിയ, നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്തു, അപ്പോൾ ആ വ്യക്തി വേണ്ടാന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിരസിച്ചു. അപ്പോൾ നമ്മൾ പറയാണ് അവനത് നിരസിച്ചു അല്ലെങ്കിൽ അവനത് വേണ്ടാന്ന് പറഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. അവിടെ ഉസ്നെ മനാക്കിയ എന്ന് പറയാം, മനാക്കിയ. അപ്പോൾ ആ വേർഡൊന്ന് മനസ്സിലാക്കിക്കോ. മന കർണ എന്ന് പറഞ്ഞാൽ നിരസിക്കുക. ഇവിടെ എന്താ പറഞ്ഞേ? ഡോണ്ട് സേ നോ, മന മത് കർണ അല്ലെങ്കിൽ മന മത് കരോ. ഓക്കെ, മന മത് കർണ. ഇനി അതുപോലെ നമ്മൾ ഒരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ നിനക്ക് വിരോധമില്ലെങ്കിൽ അല്ലെങ്കിൽ താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പറയത്തില്ലയോ? ഇഫ് യു ഡോണ്ട് മൈൻഡ് അല്ലേ? അപ്പോൾ അതിനെ ഹിന്ദിയിൽ പറയുന്നത് അഗർ ആപ്കോ ബുരാ നാ ലഗേ തോ. അഗർ ആപ്കോ ബുരാ നാ ലഗേ തോ മേ ഏക് ബാത് പൂച്ചൂ. എന്താണ്? താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പറയുന്നതാ. അഗർ ആപ്കോ ബുരാ നാ ലഗേ തോ. മനസ്സിലാവുന്നുണ്ടോ? അഗർ ആപ്കോ ബുരാ നാ ലഗേ തോ മേ ഏക് ബാത് പൂച്ചൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതാണ് കേട്ടോ ഇഫ് യു ഡോണ്ട് മൈൻഡ്. അഗർ ആപ്കോ ബുരാ നാ ലഗേ എന്നാണ് ആ ഒരു സെൻറ്റൻസ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുകയാണ് നീ ടെൻഷൻ അടിക്കണ്ട, നീ ടെൻഷൻ അടിക്കണ്ട. ഒത്തിരി ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് ആട്ടോ ഇത്. ചിന്താമത് കരോ, ചിന്താമത് കരോ അല്ലെങ്കിൽ തും ചിന്താമത് കരോ. നീ വിഷമിക്കേണ്ട എന്ന് പറയുന്നതാ. അതല്ലെങ്കിൽ കൊയ് ടെൻഷൻ മത്തലോ, കൊയ് ടെൻഷൻ മത്തലോ. ഒരു ടെൻഷൻ എടുക്കണ്ട എന്ന് പറയുന്നതാ കേട്ടോ. ചിന്താ മത് കരോ അല്ലെങ്കിൽ കൊയ് ടെൻഷൻ മത്തലോ. ഓക്കെ, ഇനി അതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ചോദിക്കും അല്ലേ, മനസ്സിലായോ, മനസ്സിലായോ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ പറയുക? മനസ്സിലായി, ഗോട്ട് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ കേട്ടോ, അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്നത് സമജ് ഗയ, സമജ് ഗയ അല്ലെങ്കിൽ സമജ് ഗയി കേട്ടോ. മനസ്സിലായി, സമജ് ഗയ. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് എങ്ങനെ ചോദിക്കണേ? മനസ്സിലായോ അല്ലേ? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സമജ് ഗയ ഹേ ക്യാ, സമജ് ഗയ ഹേ ക്യാ. അവിടെ ക്യാ യൂസ് ചെയ്യണമെന്നില്ല, സമജ് ഗയ എന്ന് ചോദിച്ചാൽ മതി. ആ ഒരു ടോണൊന്നും മാറ്റി ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ മനസ്സിലായോ എന്ന് ചോദിക്കുന്നതാ. അതല്ലെങ്കിൽ സമച്ചായ എന്നും ചോദിക്കാം. സമച്ചായ അയക്കുക, സമച്ചായ അയക്കുക എന്ന് വെച്ചാൽ മനസ്സിലായോ എന്ന് ചോദിക്കുന്നതാ. അപ്പോൾ അതിൻ്റെ എല്ലാം റിപ്ലൈ എന്താണ്? സമജ് ഗയി, സമജ് ഗയി അല്ലെങ്കിൽ സമജ് ഗയ, മനസ്സിലായി എന്ന് പറയുന്ന. ക്ലിയർ ആയോ? അടുത്തത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഇപ്പോൾ ഫോൺ റിങ് ചെയ്യുമ്പോൾ നമ്മൾ പറയും അല്ലേ, ഫോൺ എടുക്കൂ, ഫോൺ എടുക്കൂ അല്ലെങ്കിൽ കോൾ എടുക്കൂ എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ ഉട്ടാവോ എന്ന് പറയാം. ഫോൺ ഉട്ടാവോ അല്ലെങ്കിൽ കോൾ ഉട്ടാവോ. ഉട്ടാവോ എന്ന് പറഞ്ഞാൽ എടുക്കൂ എന്ന് പറയുന്നതാണ്. അവിടെ ചെറിയൊരു ഡൗട്ട് വരും കേട്ടോ. ഉട്ടാന എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ് ഉട്ടാന. പക്ഷേ ഉട്ടിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേൽക്കുക എന്നാണ്. ഇപ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളൊക്കെ എടുക്കൂ എന്ന് പറയാനാണെങ്കിൽ ഉട്ടാവോ എന്ന് പറയാം. ഉട്ടാവോ എന്ന് പറഞ്ഞാൽ എടുക്കൂ എന്ന് പറയുന്നതാണ്. പക്ഷേ ഉട്ടിന എഴുന്നേൽക്കുക. അപ്പോൾ എഴുന്നേൽക്കൂ എന്ന് പറയാനാണെങ്കിലോ, ഇപ്പോൾ ഒരാൾ ഇരിക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുക പോവാം എന്നൊക്കെ പറയത്തില്ലേ, അവിടെ എഴുന്നേൽക്കൂ എന്ന് പറയാനായിട്ട് ഉട്ടോ എന്ന് പറയാം. ഉട്ടോ, ഉട്ടാവോ, ഉട്ടോ. ഇനി ഒരു വേർഡ് കൂടി ഉണ്ട്, ഏകദേശം നമുക്ക് ഒരുപോലെ തോന്നുന്നതാണ് കേട്ടോ. ഉഡിന. ഇവിടെ ഞാൻ പറഞ്ഞു ഉട്ടിന. ഉട്ടിന എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക. ഉഡിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കുക എന്നാണ്. അതിൻ്റെ ഡിഫറൻസ് കേട്ടോ, ഠായും ഡായും ആണ് കേട്ടോ. അപ്പോൾ ഉഡിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിടിയ അല്ലെങ്കിൽ തോത്ത ഉടുകയ എന്ന് പറഞ്ഞാൽ തോത്ത എന്ന് പറയുന്നത് തത്തേനെയാണ്. അപ്പോൾ തത്ത പറന്നുപോയി, തോത്ത ഉടുകയ. അതല്ലെങ്കിൽ പതങ്ക് ഉടുകയി, പതങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടം. അപ്പോൾ പട്ടം പറന്നു എന്ന് പറയാനായിട്ട് പതങ്ക് ഉടുകയി. അവിടെ ഉടുകൈ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഉടുകൈ എന്ന് പറഞ്ഞാൽ പറന്നുപോയി.
ഉട്ടുകൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റുന്നാണ് കേട്ടോ. ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലും ഉട്ടുകൈ എന്ന് പറയാം, അല്ലെങ്കിൽ ഉട്ടുകയ എന്ന് പറയാം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഈ 2-3 വേർഡ് ഒരുപോലെ വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് അർത്ഥവ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? ഫോൺ എടുക്കൂ, കോൾ ഇട്ടാവും. അപ്പോൾ നമ്മൾ പറയാണ് ഇപ്പോൾ സംസാരിക്കാൻ സമയമില്ല. എങ്ങനെ പറയാം? ഇപ്പോൾ സംസാരിക്കാൻ സമയമില്ല, ഞാൻ തിരിച്ചു വിളിച്ചോളാം എന്നാണ് പറയണമെങ്കിൽ കേട്ടോ. അഭി ബാത് നഹി കർ സക്ത അല്ലെങ്കിൽ സക്തി. ഓക്കെ, അഭി ബാത് നഹി കർ സക്തി, ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. മേ വാപ്പസ് കോൾ കരൂങ്ക, മേ വാപ്പസ് കോൾ കരൂങ്ക അല്ലെങ്കിൽ കോൾ കരൂങ്കി. ഇവിടെ ഞാൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് സ്ത്രീലിംഗവും പുല്ലിംഗവുമാണ്. പുരുഷനാണെങ്കിൽ കരൂങ്ക എന്ന് പറയാം, സ്ത്രീ ആണെങ്കിൽ കരൂങ്കി. നേരത്തെ എന്താ പറഞ്ഞേ? അഭി ബാത് നഹി കർ സക്തി അല്ലെങ്കിൽ സക്ത. എന്താണ്? സ്ത്രീ ആണെങ്കിൽ ശക്തി പറയാം, പുരുഷനാണെങ്കിൽ സക്ത പറയാം. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, പിന്നെയും പറയുമ്പോൾ വീഡിയോ കുറച്ച് വലുതായി പോകും, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. ഓക്കെ, ഇപ്പം എന്താ പറഞ്ഞത്? അഭി ബാത് നഹി കർ സക്തി, ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കില്ല. മേ വാപ്പസ് കോൾ കരൂങ്ക, ഞാൻ തിരിച്ചു വിളിച്ചോളാം. ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾക്കൊക്കെ പറയാൻ കിട്ടുന്നതല്ലേ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ വക സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇത് തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ ശ്രമിച്ചാൽ തന്നെ നമുക്കിത് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ നമുക്ക് എത്ര അറിവുണ്ടെന്ന് പറഞ്ഞാലും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാതെ ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വളരെ ചെറിയ സെൻറ്റൻസുകളാണ്. കുറച്ച് സെൻറ്റൻസും കൂടി ഉള്ളൂ, ഒരു 3-4 സെൻറ്റൻസും കൂടി ഉള്ളൂ. വളരെ ചെറിയ സെൻറ്റൻസുകളാണ്, പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ പറയാണ്, നീ മെസ്സേജ് ചെയ്യ്, ഞാൻ റിപ്ലൈ തരാം. മുझे മെസ്സേജ് കർ ദോ, മുझे മെസ്സേജ് കർ ദോ. വളരെ ഈസി ആയിട്ട് പറയാം അല്ലേ. ഞാൻ റിപ്ലൈ തരാം. റിപ്ലൈനെ അല്ലെങ്കിൽ മറുപടീനെ പറയുന്നത് ഹിന്ദിയിൽ ജവാബ് എന്നാണ്. മേ ജവാബ് ധൂങ്ക അല്ലെങ്കിൽ ധൂങ്കി. ദേ ധൂങ്കേനെ ഷോർട്ട് ചെയ്ത് പറയുന്ന കേട്ടോ ധൂങ്ക എന്നുള്ളത്. ഇവിടെ സ്ത്രീ ആണെങ്കിൽ ധൂങ്കി, പുരുഷനാണെങ്കിൽ ധൂങ്ക. ഓക്കെ, മേ ജവാബ് ധൂങ്ക. ഞാൻ മറുപടി തരാം അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ തരാം എന്ന് പറയുന്നതാ. അടുത്തത്, ഇന്നത്തെ ജോലി കഴിഞ്ഞു. ഇന്നത്തെ ജോലി കഴിഞ്ഞു എങ്ങനെ പറയാ? ആജ് കാ കാം ഖതം ഹോ ഗയ. ആജ് കാ കാം ഖതം അത്ര പറഞ്ഞാലും മതി. ആജ് കാ കാം ഖതം ഹോ ഗയ, അതാണ് ഫുൾ സെന്റൻസ് വരുന്നത് കേട്ടോ. ആജ് കാ കാം ഖതം ഹോ ഗയ, ഇന്നത്തെ ജോലി കഴിഞ്ഞു. ഞാൻ ക്ഷീണിച്ചു അല്ലേ, ഞാൻ ടയേർഡായി എന്ന് പറയാനാണെങ്കിൽ മേ തക് ഗയി ഹൂം അല്ലെങ്കിൽ തക് ഗയാ ഹൂം. ഓക്കെ, മേ തക് ഗയി ഹൂം, തക് ഗയ അതാണ് ക്ഷീണിച്ചു എന്ന് പറയാൻ കേട്ടോ. മേ തക് ഗയി ഹൂം, ഞാൻ ക്ഷീണിച്ചു, എനിക്കൊന്ന് കിടക്കണം. എങ്ങനെയാ പറയണേ? മുझे ജറാ ലേറ്റ് നാ ഹെ. ഇപ്പം നമ്മൾ വളരെ ടയേർഡായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ പറയാം അല്ലേ, എനിക്കൊന്ന് കിടക്കണം. ആ ഒരു സെൻറ്റൻസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ. മുझे ജറാ ലേറ്റ് നാ ഹെ. അവിടെ നമ്മൾ ഒന്ന് എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ജറ കേട്ടോ. മുझे ജറാ ലേറ്റ് നാ ഹെ, എനിക്കൊന്ന് കിടക്കണം എന്ന് പറയുന്നതാണ്. അതല്ലെങ്കിൽ എനിക്കൊന്ന് വിശ്രമിക്കണം എന്നാണ് പറയണമെങ്കിൽ എനിക്കൊന്ന് വിശ്രമിക്കണം. മുझे ജറാ ആരാം കർനാ ഹെ, ആരാം കർനാ ഹെ. ആരാം കർണ എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക. അവിടെ നമ്മൾ ഏതാണോ സെൻറ്റൻസ് പറയുന്നത്, എനിക്കൊന്ന് കിടക്കണം എന്നാണോ അല്ലെങ്കിൽ എനിക്കൊന്ന് വിശ്രമിക്കുന്നതാണോ, അതനുസരിച്ച് നമ്മൾ മാറ്റി പറയുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. മുझे ജറാ ലേറ്റ് നാ ഹെ, മുझे ജറാ ആരാം കർണ ഹെ, എനിക്കൊന്ന് വിശ്രമിക്കണം. ഓക്കെ, ഇനി അതല്ല എനിക്ക് ഉറക്കം വരുന്നു എന്നാണെങ്കിലോ, എനിക്ക് ഉറക്കം വരുന്നു. മുझे നീന്ത് ആ രഹി ഹെ, മുझे നീന്ത് ആ രഹി ഹെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നു എന്നാ. അതല്ല ഞാൻ ഉറങ്ങാൻ പോകുന്നു എന്നാണെങ്കിൽ മേ സോനെ ജാറാവും. അവിടെ നീന്തില്ല, നീന്തെന്ന് പറയുന്നത് ഉറക്കം എന്നുള്ള അർത്ഥത്തിലാട്ടോ. ഉറങ്ങാൻ പോകുന്നു, സോനെ ജാറാവും എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മുझे നീന്ത് ആ രഹി ഹെ, എനിക്ക് ഉറക്കം വരുന്നു. മേ സോനെ ജാ രഹാ ഹൂം, മേ സോനെ ജാ രഹാവും. രഹാഹും അല്ലെങ്കിൽ രഹീഹും കേട്ടോ. അവിടെ നമുക്ക് മേ സോനെ ജാ രഹാവും എന്നേ കേൾക്കുന്നുള്ളൂ. മേ സോനെ ജാ രഹാഹൂം, ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറയുന്ന. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഒത്തിരി സെൻറ്റൻസ് ആയിട്ടുണ്ട്, ഒരു 20-25 സെൻറ്റൻസുകൾ ആയിട്ടുണ്ട്. നിങ്ങൾ ഡെയിലി യൂസിൽ ഒത്തിരി ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് അല്ലേ ഇത്. അപ്പോൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ, പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ തന്നെ പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡറായിട്ട് ക്ലാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ പുതിയൊരു സീരീസ് 30 ഡേയ്സ് സീരീസ് ഇപ്പോൾ റണ്ണിങ് ആണ്.
അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ജോയിൻ ബട്ടൺ വരും. ഞാൻ എന്നും പറയുന്നത് പുതിയ ആളുകൾ ഒത്തിരി പേര് കാണുന്നുണ്ട്, എനിക്കറിയാം. എന്നും മെമ്പേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. വെറും 59 റുപ്പീസാണ് പെർ മന്ത് നമ്മൾ ഇതിന് ചാർജ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഓപ്ഷൻ ഇത്രയേ ഉള്ളൂ. സിൽവറാണ് 59 റുപ്പീസിൻ്റെ സിൽവർ ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ഹൈപ്പ് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.